ഉത്തർപ്രദേശിലെ ബുലന്ദ് ഷഹറിൽ 30 വയസ്സുകാരിയായ ഗർഭിണിയുടെ MRI സ്കാൻ കണ്ട ഡോക്ടർമാർ ഞെട്ടി. യുവതിയുടെ 12 ആഴ്ച പ്രായമുള്ള ഭ്രൂണം വളരുന്നത് ഗർഭാശയത്തിലല്ലായിരുന്നു, മറിച്ച് കരളിലായിരുന്നു. ലോകത്ത് തന്നെ അപൂർവങ്ങളിൽ അപൂർവമായ അവസ്ഥയാണിതെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത്. ഇൻട്രാ ഹെപ്പറ്റൈറ്റിക് എൻഡോപിക് പ്രഗ്നൻസി എന്നറിയപ്പെടുന്ന ഈ അവസ്ഥ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ ഇതാദ്യമായിട്ടാണ്. ആഴ്ചകളോളം നീണ്ടുനിന്ന വയറുവേദനയും ഛർദിയുമായിട്ടായിരുന്നു യുവതി ആശുപത്രിയിലെത്തിയത്. തുടർന്നാണ് വയറിന്റെ MRI സ്കാൻ ചെയ്യാൻ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. പിന്നാലെ MRI സ്കാൻ ചെയ്തപ്പോഴാണ് കരളിന്റെ വലതുവശത്ത് ഭ്രൂണം കണ്ടെത്തിയത്. 12 ആഴ്ച പ്രായമുള്ള ഭ്രൂണത്തിന് കൃത്യമായ ഹൃദയമിടിപ്പും ഉണ്ടായിരുന്നതായി ഡോക്ടർമാർ പറഞ്ഞു. അതേസമയം യുവതിയുടെ ഗർഭാശയമാകട്ടെ പൂർണ്ണമായും ശൂന്യമായിരുന്നു. ഭ്രൂണം നേരിട്ട് കരളിന്റെ കലകളിൽ ഇംപ്ലാന്റ് ചെയ്ത നിലയിലായിരുന്നു. കരളിൽ നിന്നുള്ള രക്തക്കുഴലുകളാണ് ഭ്രൂണത്തിന് പോഷകങ്ങൾ നൽകിയിരിക്കുന്നത്. ഇതുവരെ ഇത്തരത്തിലുള്ള 8 കേസുകൾ മാത്രമേ ലോകത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളൂ. ശരീരത്തിൽ ഏറ്റവും രക്തക്കുഴലുകളുള്ള അവയവങ്ങളിൽ ഒന്നാണ് കരൾ. ഇത് ഭ്രൂണത്തിന് താൽക്കാലികമായി പോഷണം നൽകുമെങ്കിലും അമ്മയ്ക്ക് വലിയ അപകട സാധ്യതയുണ്ടാകും. ഉടനടി ചികിത്സ ലഭ്യമായില്ലെങ്കിൽ കരൾ പൊട്ടാനോ രക്തസ്രാവത്തിനോ കാരണമാകും. കരളിലെ ഭ്രൂണം നീക്കം ചെയ്യുന്നത് പോലും അപകടകരമാണ്. ഒരു ചെറിയ ശസ്ത്രക്രിയ പോലും അനിയന്ത്രിതമായ രക്തസ്രാവത്തിന് കാരണമാകും. ഇത്തരം കേസുകളിൽ എപ്പോഴും മുൻഗണന അമ്മയുടെ ജീവനാണ്. മരുന്ന് നൽകിയോ അല്ലെങ്കിൽ ശസ്ത്രക്രിയ ചെയ്തോ ഈ ഭ്രൂണ വളർച്ചയെ ഇല്ലാതാക്കുന്നു. ഈ ശസ്ത്രക്രിയകൾക്കായി റേഡിയോളജിസ്റ്റുകൾ, ഗൈനക്കോളജിസ്റ്റുകൾ, കരൾ ശസ്ത്രക്രിയ വിദഗ്ധർ എന്നിങ്ങനെയുള്ള വിദഗ്ധരെയും ആവശ്യമായി വരും. ഭ്രൂണം കരളിലാണെങ്കിൽ കരളിന്റെ ഒരു ഭാഗം പോലും നീക്കം ചെയ്യേണ്ടി വന്നേക്കാം. നിലവിൽ ബുലന്ദ് ഷഹറിൽ ഈ അവസ്ഥ കണ്ടെത്തിയ 30കാരി ഡോക്ടർമാരുടെ കർശനമായ നിരീക്ഷണത്തിലാണ്. സങ്കീർണമായ ഒരു ശസ്ത്രക്രിയ ആസൂത്രണം ചെയ്യാനായി വിദഗ്ധ സംഘത്തെ നിയോഗിച്ചിട്ടുണ്ടെന്നാണ് വിവരം.